ഹായ് ഹലോ നമസ്കാരം ഗൈസ്. ടുഡേ ഭയങ്കര വൃത്തികെട്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോട്ടെ, അത് നെഗറ്റീവ് സംസാരിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കൊരു കണ്ടന്റിലോട്ട് പോവാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഈ സംഭവം നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് സ്കൂളിലൊക്കെ പോലീസിന്റെ പരാതിപ്പെട്ടി, കംപ്ലൈന്റ് ബോക്സ്, പലയിടങ്ങളിലും കംപ്ലൈന്റ് ബോക്സ് പൊടി പിടിച്ച് അതിന്റെ മേലെ എട്ടുകാലിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രാണിയൊക്കെ കൂട് കെട്ടി അവരുടേതായ രീതിയിൽ സെറ്റിൽ ആവാറാണ് പതിവുള്ളത്. പക്ഷെ ഇപ്പോ ഈ ഒരു സംഭവം ഇവിടെ പ്ലേസ് ചെയ്തേക്കണേൽ കമന്റ്സ് ത്രൂ ആണെങ്കിലും വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ആണ്. അപ്പോൾ എന്റെ ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കംപ്ലൈന്റ് ബോക്സ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. പിള്ളേരായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അടിയുടെ കാര്യത്തിൽ ഒരു ആക്ഷനും ഉണ്ടായിരുന്നില്ല. തല്ലും പിച്ചും മുട്ടുകുത്തി നിർത്തും, ബെഞ്ചിന്റെ മേലെ കയറ്റിയെടുത്തും, കൈ പൊക്കി നിർത്തും, ലൈക്ക് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നിർത്തും, അതിന്റേതായ രീതിയിൽ പണിഷ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു പേടിയുടെ ബേസിലാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകും. പിന്നെ ഗുഡ് സെൻസ്, ഓക്കെ, ആ ഒരു ട്രോമ തരുന്ന രീതിയിലുള്ള അടിയും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് തല്ലാനുള്ള ഒരു പെർമിഷൻ ഇല്ല. തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷയമാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലി കൈ പൊട്ടിയിട്ടുണ്ട്, ചെവി ഇതൊക്കെ ചോരയത്ത് കിടന്നിട്ടുണ്ട്, മുട്ടുകുത്തി നിന്നിട്ടുണ്ട്, കൈ ഇതാക്കി നിന്നതിന്റെ വിഷയം, അങ്ങനെ പല വിഷയങ്ങളൊക്കെ വന്നാലും ആ പാരന്റ്സ് വന്നിട്ട് ടീച്ചേഴ്സിനെ എടുത്തു വന്നിട്ട് എന്തിനും എന്റെ കുട്ടിയെ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കില്ല. മിസ് തല്ലിക്കോ മിസ്സേ, ഒരു വിഷയമില്ല, അവൻ നന്നായി മതി എന്നുള്ളൊരു വൈബാണ്. അതേപോലെ പിള്ളേരുടെ കയ്യിൽ ഫോൺ എന്ന് പറയുന്ന ഒരു ഡെപ്പ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇതേപോലെ റീൽസോ അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വഴിതെറ്റിയ ബന്ധം ആ ഒരു കുട്ടിക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മീനിങ് പോലും അറിയാതെ ഇപ്പൊ ഒന്ന് പരീക്ഷയ്ക്ക് തോറ്റല്ലോ അല്ലെങ്കിൽ മിസ്സൊന്ന് തല്ലിക്കഴിഞ്ഞാൽ, ഒന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ വന്നു, ട്രോമ വരണു, സൈക്കോളജിസ്റ്റിനെ കാണണം, അങ്ങനത്തെ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല. അപ്പോ എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് പാരന്റ്സ് ജോലിക്ക് പോണു, വൈകിട്ട് വരുന്നത്, ചിലപ്പോൾ അമ്മൂമ്മയായിരിക്കും നോക്കുന്നത്, ചിലപ്പോൾ ഒരു ആയായിരിക്കും നോക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ഇവര് പോയിട്ട് വരുന്ന ലേറ്റ് ആവുന്നതുകൊണ്ട് ആ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ട്യൂഷന് ചേർക്കുക. ഇവരോട് സംസാരിക്കാൻ സമയമില്ല, അത് പിള്ളേരോട് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ പിള്ളേർക്ക് ജനിച്ചു വീണ പിള്ളേരെ തന്നെ ഭക്ഷണം കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിക്കുന്ന പാരന്റ്സ് ഇങ്ങനെ. പണ്ട് കാലത്തുനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കൂടെ നടത്തിയും കാക്കയ്ക്ക് ചോറ് കൊടുത്തും അമ്പിളിമാമയെ കാണിച്ചിട്ടൊക്കെയാണ് പിള്ളേരെ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റേതായ ഒരു വ്യത്യാസം അവർക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കൊടുത്തിട്ടും ഫോൺ കാണിച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനോട് മിണ്ടാനും സംസാരിക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കൊച്ചു മെയിനിൽ അടിച്ചിട്ടുണ്ട് ഫോണാണ്. ഫോൺ വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനും, അല്ലെങ്കിൽ കുട്ടിയുടെ മൈൻഡ് എന്താണ്, കുട്ടി ഇപ്പോൾ ഓക്കെ ആണോ, ഹോസ്പിറ്റലിൽ പോയി ഓഫീസിൽ പോയി വന്നതിന് ശേഷം കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യോ, അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കുക, കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ തികച്ചു പറയുന്നില്ല. പക്ഷെ ചില വീടുകളിൽ ഇല്ല, ചില വീടുകളിൽ ഉണ്ട്, പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ചില വീടുകളിൽ ഒട്ടും പിള്ളേരായിട്ട് സ്പെൻഡ് ചെയ്യാറില്ല. എന്തെങ്കിലും പറഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ചീത്ത പറയും, ജോലി എന്ന് വന്നുള്ളൂ, ഇറിറ്റേറ്റ് ആക്കില്ലേ അമ്മനെ ഓടിച്ചുവിടുകയും അവരുടെ പഠിത്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവരുടെ പ്രശ്നങ്ങളൊന്നും നോക്കാതെ അവർ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ ഇവർ ചെയ്ത ഈ കാര്യങ്ങൾ 10 മാസം ചുമന്ന് പ്രസവിച്ച കണക്ക് തൊട്ട് ഹോസ്പിറ്റൽ ബില്ല് തൊട്ട് അവർക്ക് വേണ്ടി പേ ചെയ്ത ബില്ലിന്റെ കണക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ രാത്രി വരെ പണിയെടുക്കുന്ന നിനക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൊച്ചിനോട് സംസാരിക്കുന്നുണ്ടോ, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ആ കൊച്ചിന്റെ മൈൻഡ് ഓക്കെയാണോ, അല്ലെങ്കിൽ പിടിച്ച് തല്ലുന്നുണ്ടോ, ഫിസിക്കലി ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, കമ്പയർ ചെയ്യുന്നുണ്ടോ. ഇപ്പൊ സിബിലിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടന് കൂടുതൽ സ്നേഹം കൊടുക്കുക, ചേച്ചിക്ക് ലൈക്കിനോ അനിയത്തിക്ക് സ്നേഹം കൊടുക്കാതിരിക്കുക, അങ്ങനെ പല മൈൻഡ് സെറ്റിൽ കൂടെ പിള്ളേർ പോകും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം കയ്യിലുള്ളതുകൊണ്ട് തന്നെ പിള്ളേർ ഏത് രീതിക്ക് ചിന്തിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പോ സൊസൈറ്റിയും അതേപോലെ ലോയും അതേപോലെ പാരന്റിങ്ങും എല്ലാം കൂടി ചേർന്നിട്ടാണ് ആ കുട്ടിക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ കൊടുക്കുക. പാരന്റിങ്ങിന്റെ മെയിൻ, ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിന്റെ മെയിൻ എന്ന് പറയുന്നത് തന്നെ പാരന്റിങ്ങിന്റെ ആ ഒരു റൂട്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് റിക്വസ്റ്റ് ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മാതിരി അവിടുത്തെ CCTV, ഈ കംപ്ലൈന്റ് ബോക്സിന്റെ മേലെ CCTV ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. കാരണം കുട്ടികൾക്ക് അതും ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് തോന്നാതിരിക്കുക, ഞാനാണ് ഇട്ടെന്ന് തോന്നുന്നു, ആ ഒരു സാധനം വേണ്ട. പിന്നെ സ്പോട്ടിൽ അതിനൊരു ഡിസിഷൻ എടുക്കുക, ഇതൊക്കെ സ്കൂളല്ലേ, ഇതൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നോർമലൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് സംസാരിക്കാതെ ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് ഇത് ബ്ലോക്ക് ആയിട്ട് മെന്റലി ഇതൊരു ബ്ലോക്ക് ആണെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഒരു സാധനം അവിടെ റെഡിയാക്കുക. അതേപോലെ തന്നെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും മാനസികമായിട്ടുള്ള പീഡനമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഇതിനകത്ത് എഴുതട്ടെ, ഈ കംപ്ലൈന്റ് ബോക്സിൽ എഴുതിട്ടതിന് ശേഷം അതിനുള്ള തീരുമാനം സ്പോട്ടിൽ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് തന്നെയായാലും കേരള പോലീസിന്റെ ഈ ഒരു മൂവിനോട് ഞാൻ വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്നു. ഐ എം സോ ഹാപ്പി വിത്ത് ദിസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതി കൂടിയാണ് പിള്ളേർ പോകുന്ന, അവരുടെ മൈൻഡ് എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പല ആളുകളിൽ നിന്നും കേൾക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് കെയർ ഇല്ലായ്മ, ഈ പറഞ്ഞ മാതിരി ജോലി എടുത്തിട്ട് പൈസ മുഴുവൻ കുട്ടിക്ക് സ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല പാരന്റിങ്, ആ കുട്ടിയുടെ കാര്യങ്ങൾ കേൾക്കുക, മെന്റലി ഫിസിക്കലി ആ കുട്ടി ഓക്കെ ആണോ, ആ കുട്ടിക്ക് ഒരു ഫ്രണ്ട്ലി ലൈന് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ വിശക്കുമ്പോൾ തിന്നുന്ന
ഫുഡെല്ലാം നല്ല ഫുഡ് ആവണമെന്നില്ല. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ പുറത്തെ സ്നേഹത്തിന് പുറകെ പോവുകയും അത് റോങ് പേഴ്സൺ ആയിട്ട് പോവുകയും ഫ്യൂച്ചർ മാറി പോവുകയും പിന്നെ അയ്യോ പത്തോ പറഞ്ഞ് കറണ്ട് കാര്യമില്ല. അപ്പൊ ഈ കംപ്ലൈന്റ് ബോക്സ് ഏതൊരു കുട്ടിയുടെയും പ്രശ്നം മാറ്റി ബ്ലോക്ക് മാറ്റി പാരന്റ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും സാറുമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു പ്രശ്നം ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇരട്ടെ. അതിന് നല്ലൊരു തീരുമാനം എടുക്കാൻ കേരള പോലീസ് മനസ്സ് കാണിക്കട്ടെ. ഗുഡ് ബൈസ്.